ഹലോ. സ്കൂളിൽ DC ബുക്സിൻ്റെ ബുക്ക് എക്സിബിഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ ടീമാണ് അത് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ബുക്ക് നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്നു. അതൊക്കെ അവർ കൊണ്ടുവന്നിട്ടുമുണ്ട്. എല്ലാ കുട്ടികളും വളരെ ഇഷ്ടത്തോടെ ബുക്കുകൾ വാങ്ങിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് ശ്രീകുട്ടന് വേണ്ടി ഏതെങ്കിലും ബുക്ക് സെലക്ട് ചെയ്യാമെന്ന് കരുതിയാണ്. അതിനിടയിൽ ഇഷ്ടംപോലെ ബുക്കുകൾ ഇങ്ങനെ കണ്ടു. അതൊക്കെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ആകെ 2 ബുക്കേ വാങ്ങിച്ചുള്ളൂ കേട്ടോ. ഏകദേശം 6:30 ആയപ്പോഴാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. അവന് വേണ്ടി ബുക്ക് സെലക്ട് ചെയ്തത് ഞാൻ 2 എണ്ണമാണ്. ഒന്ന് സീക്രട്ട് 7ഉം മറ്റൊന്ന് മെറ്റാമോർഫോസിസും. ഏകദേശം ത്രില്ലർ ടൈപ്പ് ഓഫ് ബുക്സാണ് അവൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ടൈപ്പ് ബുക്കാണ് ഞാൻ വാങ്ങിച്ചത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഏകദേശം ഈ സമയമാകുമ്പോഴാണ് വീടെത്തുന്നത്. ആൻഡ് കുറച്ചധികം ടയേർഡായിരിക്കും. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ വഴിയെ പറയാം കേട്ടോ. എന്തായാലും ചായയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് നേരം ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ അങ്ങനെ ഇരിക്കണം എന്ന് തോന്നി. അങ്ങനെ കുറച്ച് നേരം വെറുതെ മിണ്ടാതിരുന്നു. അപ്പോൾ നല്ലൊരു റിലാക്സേഷൻ കിട്ടിയിട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഒരുപാട് സ്ട്രെയിനും ഒരുപാട് തോട്ട്സും ഒക്കെ മനസ്സിൽ വന്ന് പിന്നെ കുത്തി നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാതെ ഒരു 10-15 മിനിറ്റ് വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും അങ്ങനെ പറ്റുമോ എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുഖം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഡു നത്തിങ് ഫോർ സം ടൈംസ്. ഓക്കെ, അത് ഞാൻ 5 സ്റ്റാറിൻ്റെ പരസ്യം പറഞ്ഞൊന്നുമല്ല. കുറച്ച് നേരം ഒന്നും ചെയ്യാതിരുന്നാൽ ചിലപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ നന്ദി പറയാൻ തോന്നും. എന്തായാലും സ്നാക്സ് ആയിട്ട് ഞാൻ ബനാന ചിപ്സാണ് കഴിച്ചത് കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് കുറച്ച് കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അതിൽ മെയിൻ ഒന്നാണ് ഈ സ്റ്റെപ്സ്. ഇതൊക്കെ ആരാ കണ്ടുപിടിച്ചത് എന്നാലോചിച്ച് ദേഷ്യം വരാറുണ്ട് ചിലപ്പോൾ. കാരണം ഈ സ്റ്റെപ്പൊക്കെ കയറി അങ്ങ് ആൻഡമാൻ നിക്കോബാറിലെത്തുമ്പോഴേക്കും ഒരു വിധമാവും. എൻ്റെ ക്ലാസ് അങ്ങ് ആൻഡമാൻ നിക്കോബാറിലാണേ. അപ്പോൾ ഒരു സ്റ്റെപ്പ് കയറി ഒരു ഞൊടിച്ചാൽ മേലെ എത്തുന്ന പോലെയാണെങ്കിൽ എന്ത് സുഖമായി. അല്ലെങ്കിൽ പിന്നെ താഴെ ഇറങ്ങി വരുമ്പോൾ ചാടി അങ്ങ് താഴെ ഇറങ്ങണം. പക്ഷേ പിറ്റേ ദിവസം നമ്മൾ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എടുക്കാൻ വേണ്ടി വരും. പക്ഷേ എന്ത് സാധനമാണ് എടുക്കാൻ വന്നതെന്ന് ഓർമ്മയുണ്ടാവില്ല. പിന്നെ അവിടെയുള്ള കാര്യം ചെയ്തങ്ങ് തിരിച്ചു പോകും. ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കുറച്ചായിട്ട് എനിക്കങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ടു ഡു ലിസ്റ്റ് എഴുതി വെക്കും. പക്ഷേ ആ ടു ഡു ലിസ്റ്റ് തിരിഞ്ഞു നോക്കാൻ പോലും ഓർമ്മയുണ്ടാവില്ല. അങ്ങനെയും സംഭവിക്കാറുണ്ട്. ഏതായാലും ശ്രീകുട്ടന് ബുക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അവൻ ഹാപ്പി ആയിട്ടുണ്ട്. ദെൻ ഞാൻ എൻ്റെ സാരി എടുത്ത് വെച്ചു നാളേക്കുള്ളത്. അത് കഴിഞ്ഞ് കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നിരുന്ന് മടക്കി വെക്കുകയാണ്. ഇത്രയും ഫാസ്റ്റിലൊക്കെ വർക്കുകൾ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നില്ലേ. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ചെയ്യേണ്ട വർക്ക് നമ്മൾ ഇഷ്ടത്തോടെ സന്തോഷത്തോടെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് ഷട്ടപ്പടയെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് മൂവ് ഓൺ. അപ്പോൾ വേറൊരു വീഡിയോയുമായി പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.